കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഹലാല് മാത്രം കുട്ടികൾക്ക് ഭക്ഷിപ്പിക്കണം. ഗസാലി ഇമാം പറയണത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് ജനിച്ച ഉടനെ കൊടുക്കുന്ന 2 കൊല്ലം കൊടുക്കുന്ന മുലപ്പാൽ ഹലാലാവണം. അതിന് നിന്റെ ഭാര്യക്ക് നീ കൊടുക്കുന്ന ഫുഡ് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാവണം. പലിശപ്പണം, ലോൺ എടുത്തത്, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചത്, വൃത്തികെട്ട ഏതെങ്കിലും സ്വത്താണെങ്കിൽ ആ ഭാര്യ തിന്നുന്നത് ഹറാമായില്ലേ? പിന്നെ ആ ഭാര്യയിലേക്ക് ഉണ്ടാവുന്ന പാലും ഹറാമാവൂലേ? മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചു വന്നിരിക്കുന്നതെല്ലാം നരകത്തിലേക്കല്ലേ പോകുന്നത്? ഹറാമ് കഴിച്ച കുട്ടിക്ക് ലാ ബർക്കത്ത ഫീഹി. ഗസാലി ഇമാം പറയാ ആ കുട്ടിയിൽ ബർക്കത്ത് ഉണ്ടാവില്ല. പിന്നീട് ഭാവിയിൽ കുരുത്തക്കേടുണ്ട്, അനുസരണ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്ന പണവും കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മഹറും പ്യുവർ ഹലാലാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാവുന്നതാണ്. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ സമ്പാദ്യം ആരെയും പറ്റിച്ചിട്ടാവരുത്, കളവ് പറഞ്ഞിട്ടുള്ള കച്ചവടാവരുത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ ഒരു ബർക്കത്തും പ്രതീക്ഷിക്കേണ്ടതില്ല. സഹാബിയായ